ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ ലോകം സമാധാനമാണ് ആവശ്യപ്പെടുന്നത്. ദിവസവും എന്റെ മക്കൾ ജപമാല ചൊല്ലുന്നത് വഴി സമാധാനത്താൽ നിറയുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഈ ജപമാല. കഴുത്തിനണിയുമ്പോൾ ആഭരണവും കയ്യിലെടുക്കുമ്പോൾ ആയുധവുമായി മാറുന്ന ജപമാല ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എത്രയധികം പ്രാധാന്യം അതിനുണ്ടെന്ന് ഈ ദൃശ്യം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ലൂർദിലെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം പ്രസിദ്ധമാണ്. പലതരം രോഗശാന്തികൾ സംഭവിക്കുന്നത് ആ പ്രദക്ഷിണത്തിനിടയ്ക്കാണ്. ഒരിക്കൽ അവിടെ സൗഖ്യം തേടിയെത്തിയ ഒരു പിഞ്ചു ബാലൻ പ്രദക്ഷിണത്തിന്റെ ആദ്യ 3 ദിനങ്ങളും പിന്നിട്ടിട്ടും സൗഖ്യം നേടുവാൻ കഴിയാത്തതിന്റെ സങ്കടവുമായി വീണ്ടും പ്രതീക്ഷയോടെ 4ാം ദിനത്തിൽ ദിവ്യകാരുണ്യം തന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ സുഖപ്പെടുത്തണമെന്ന ആഗ്രഹത്തോടെ മാതാപിതാക്കൾക്കൊപ്പം ആ കുഞ്ഞും ദിവ്യകാരുണ്യ ഈശോയുടെ അരികിൽ കരഞ്ഞു നിലവിളിക്കുന്നുണ്ട്. അന്ന് അവൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: ഈശോയെ, നീ എന്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഈശോയെ, നീ ഇന്നെന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. ആ നിമിഷം തന്നെ